മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ പ്രചോദനാത്മക കഥയിൽ നമ്മൾ നെപ്പോളിയൻ ചക്രവർത്തിയെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകൾ എന്നും പ്രചോദനമാണ്. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, അസാധ്യമായി ഒന്നുമില്ല. നെപ്പോളിയൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ തെരുവിൻ്റെ ഒരു വശത്ത് കൈനോട്ടക്കാർ ഇരുന്ന് പലരുടെയും രേഖകൾ പരിശോധിച്ച് ഫലം പ്രവചിക്കുന്നതായിട്ട് ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ഈ കുട്ടി ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ കുറേ പേരിങ്ങനെ നിരന്നിരിക്കുകയാണ്. അതിലെ ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് ഇങ്ങനെ നിവർത്തി കൈപ്പത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ കൈനോട്ടക്കാരാ, ഞാൻ രാജാവാകുമോ എന്നാണ് ചോദിച്ചത്. അപ്പം കൈനോട്ടക്കാരൻ തൻ്റെ കയ്യിലിരുന്ന ലെൻസ് എടുത്ത് ആ കുട്ടിയുടെ കൈവെള്ളയിലെ രേഖകളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, നിനക്ക് അതിനുള്ള യോഗ്യം കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കൈയുടെ ഇന്ന ഭാഗത്ത് ഇന്ന ഒരു രേഖ വന്നതിന് ആ രേഖയില്ല. ഇത് കേട്ടപ്പോൾ കൈനോട്ടക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ കുട്ടി കൈ പിൻവലിച്ചു. അല്പം അകലേക്ക് മാറി നിന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും ആ പേന എടുത്തു. പേന നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ ആ നിബ് ഉള്ള പേന, റീവിൽ നിബായിരുന്നു. ആ നിബുള്ള പേന എടുത്ത് ആ പേന തുറന്ന് ആ കൈനോട്ടക്കാരൻ പറഞ്ഞ സ്ഥലത്ത് ആ കൈവെള്ള കീറി രക്തം ധാരാളമായി എടുത്തു. അങ്ങനെ യാതൊരു കൂസലുമില്ലാതെ ഈ നെപ്പോളിയൻ എന്ന് പറയുന്ന ബാലൻ ഈ കൈനോട്ടക്കാരൻ്റെ അടുത്ത് ചെന്നു. കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പം നോക്കൂ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും രേഖയുണ്ടല്ലോ, ഞാൻ രാജാവാകുമോ? ഇത് കേട്ട് ആ പ്രവൃത്തിയൊക്കെ കണ്ട് ഈ കൈനോട്ടക്കാരൻ വളരെയധികം അത്ഭുത പരതന്ത്രനായി. അതിനുശേഷം ഈ നെപ്പോളിയൻ എന്ന ബാലൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ കൈനോട്ടക്കാരൻ പറഞ്ഞു, അല്ലയോ കുട്ടി, നിൻ്റെ ആഗ്രഹവും നിശ്ചയദാർഢ്യവും മനക്കരുത്തും നിന്നെ രാജാവല്ല, നിന്നെ ചക്രവർത്തിയാക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതകമല്ല, അതുപോലെ തലേവിധിയല്ല, അതുപോലെ തന്നെ നാളല്ല നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. നമ്മുടെ കഠിനമായ പ്രവൃത്തിയും നിശ്ചയദാർഢ്യവും തീവ്രമായ ആഗ്രഹവും സാധിക്കും, ഞാൻ നടത്തിക്കും എന്നുള്ള വിശ്വാസവുമാണ് എന്നുള്ളതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും, നമുക്കെല്ലാവർക്കും ഇന്നുപോലെ തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ട്, ആഗ്രഹം തീവ്രമായിക്കൊണ്ട്, നിശ്ചയദാർഢ്യത്തോടുകൂടി, സ്ഥിരോത്സാഹത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കാം. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.